അടിപൊളി 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 പടം. അടിപൊളി അടിപൊളി കഴിഞ്ഞ ഓ പതിവ് പോലെ തന്നെ ദൃശ്യമല്ലേ അടിപൊളി നല്ല പടം. ആ അടിപൊളി അടിപൊളി. ലാലേട്ടൻ പൊളിച്ചു. തൂക്കി തൂക്കി കണ്ടില്ലേ ബ്രോ? അടിപൊളി അടിപൊളി. അടിപൊളി സൂപ്പർ. നമുക്ക് സാധാരണ അസ്യൂഷ്വൽ ജിത്തു സാറ് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് അറിയാത്ത വേണം ക്ലൈമാക്സിൽ സസ്പെൻസ് ഫുൾ സസ്പെൻസ് അടിപൊളി. ലാലേട്ടൻ തൂക്കി ഒന്നും പറയാനില്ല. കൊള്ളായിരുന്നു. വളരെ നല്ല ഫിലിമായിരുന്നു. എല്ലാവരും പോയി കാണുക. വളരെ സൂപ്പർ. ഹിസ് ആക്ടിങ് സൂപ്പർ. നല്ല പടം. അടിപൊളി പടം. ആ പ്രതീക്ഷ പോലെ തന്നെ എല്ലാം സൂപ്പറാണ്. എല്ലാം ആ ദൃശ്യത്തിന്റെ ആ ഒരു എക്സ്പെക്ടേഷൻസ് എല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ള പടം. അതെ അതെ അതെ. എല്ലാവരും നല്ല നല്ല പെർഫോമൻസ്. പിന്നെ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. അടിപൊളി അടിപൊളി പടം. രക്ഷയില്ല. ആസ് എക്സ്പെക്റ്റഡ് സെയിം തന്നെ, വ്യത്യാസമില്ല. പിന്നെന്താ, കാരണം നമ്മളൊരു ട്വിസ്റ്റ് പ്രതീക്ഷ ഒരിക്കലും, കാരണം ജിത്തു ജോസഫ് പറഞ്ഞൊരു പക്ക ഡ്രാമ, ത്രില്ലർ ഡ്രാമ. ജന്മദിനത്തിന് നല്ലൊരു ഗിഫ്റ്റ് കാലഘട്ടം തന്നു. Actually good. Must watch in theaters. Okay. You're Malayali. I am Malayali, obviously. I'm saying it's a movie. It's actually a very good movie. It's not like Drishyam 1 or 2. Drishyam 3 is different, but it's good. It's pretty serious. We can see a different kind of George Goody in this. Is it must watch in theater? Must watch in theater. Yeah, don't miss the theater experience. Go watch the movie. You have your own opinion. Okay, thank you. അടിപൊളി പടം. അടിപൊളി പടം. ഒന്നും പറയാനില്ല. അടിപൊളി പടം. അപ്പോൾ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ് ഗംഭീരമാക്കി. അടിപൊളി ഗംഭീരമാക്കി. നാലാം വരവിനെ കാത്തിരിക്കുന്നു. പിന്നെ മൊത്തം അടിപൊളിയായിട്ടിരിക്കുന്നു. നല്ല സൂപ്പർ പടം. എല്ലാവരും കാണാൻ പറ്റിയ നല്ല പടം. ഫാമിലി ത്രില്ലർ. അപ്പോൾ ക്ലാസിക് ക്രിമിനലിന്റെ ഒരു കംബാക്ക് തന്നെയാണ്. പിന്നല്ല പൊള്ളി. അതെല്ലാരും കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെ, എല്ലാവരും മസ്റ്റ് വെച്ചാണ്. ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗണ്ടേ, സെക്കൻഡ് ഹാഫ് ജോർജ് കുട്ടിയുടെ ഒരു മൂന്നാം വരവ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അടിപൊളി. ഇപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി പടം ബ്രോ. സെക്കൻഡ് ഹാഫ് അടിപൊളി. ഒന്നും പറയാം. ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ജിത്തു ജോസഫ് കത്തിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ പെർഫോമൻസ് പറയേണ്ട കാര്യമില്ല. ആസ് യൂഷ്വൽ പുള്ളി തൂക്കിയിട്ടുണ്ട്. പടം തൂക്കി.